ഗൈസ് നമ്മളിപ്പോൾ പോവാണ് ടൊറോണ്ടോയിലോട്ട്. ആക്ച്വലി ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ ഞാൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ നേരെ ടൊറോണ്ടോയിലോട്ട് പോവുക. ടൊറോണ്ടോയിൽ എൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. വണ്ടി ഞാൻ എംപ്ലോയി പാർക്കിങ്ങിൽ ഇട്ടിട്ട് സ്കൈ ട്രെയിൻ എടുത്ത് പോവുകയാണ് ഗൈസ്. അപ്പോൾ ട്രെയിൻ എടുക്കുക ഗൈസ്. ഇവിടുന്ന് സീ ഐലൻഡിൽ നിന്ന് എയർപോർട്ടിലോട്ട് ആക്ച്വലി ഫ്രീ ആണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ജസ്റ്റ് അത് നമ്മളൊരു ഫ്രീ ടിക്കറ്റ്, അത് ജസ്റ്റ് എടുത്താൽ മതി. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ബസ് എടുത്ത് നമുക്ക് സ്റ്റാഫ് ഷട്ടിലുണ്ട്, അതെടുത്ത് പോകാമായിരുന്നു. പക്ഷേ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഞാനപ്പോൾ. ജസ്റ്റ് എനിക്ക് ആക്ച്വലി ഇനി ഒരു 1 hour ഉണ്ട് ഫ്ലൈറ്റ് ടൈം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ സ്കൈ ട്രെയിൻ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച്. കേസ് നമ്മുടെ 126 ആണ് ഫ്ലൈറ്റ്, 49 ഗേറ്റ്. ഇനിയൊരു 45 മിനിറ്റ്സ് കൂടെ ഉള്ളൂ ഡിപ്പാർച്ചറിന്. ഞാൻ യൂഷ്വലി ലാസ്റ്റ് മിനിറ്റിലേ വരത്തുള്ളൂ. എൻ്റെ പ്രത്യേകിച്ച് ലഗേജ് ഒന്നുമില്ല. പിന്നെ സ്റ്റാഫ് ട്രാവൽ ആയതുകൊണ്ട് ഗേറ്റിൽ ചെന്നാലേ അറിയാനൊക്കത്തുള്ളൂ ഈ ഫ്ലൈറ്റിന് പോകാനൊക്കെ ഇല്ലയോ. ഈ ഫ്ലൈറ്റ് ഇച്ചിരി ഫുള്ളാണ്. ഇൻ കേസ് ഈ ഫ്ലൈറ്റ് മേക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് എനിക്ക് പോകാനൊക്കെ ഗൈസ്. എയർപോർട്ടൊക്കെ ഫുള്ളി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസാണ് ഗൈസ്. ഫുള്ള് ട്രീ ഒക്കെ വെച്ച് ഒരു വൈബാണ് ഫുള്ളി. ഈ ഒരു ടൈമെന്ന് പറയുന്നത് ആക്ച്വലി ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൻ്റെ ഒരു ബിസി ആയിട്ടുള്ളൊരു ടൈമാണ്. എനിവേസ് നമുക്കിപ്പോൾ അത്രയും ബിസിയൊന്നും അല്ല. ബിക്കോസ് ഡൊമസ്റ്റിക് സൈഡ് ഇപ്പോൾ അത്രയും ബിസി അല്ല. പക്ഷേ ഇൻ്റർനാഷണൽ ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് ഡിപ്പാർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഗൈസ് നമ്മുടെ ഗേറ്റ് 49 ഗൈസ്. അങ്ങനെ കാറ്റ്സയുടെ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ്. കാറ്റ്സയുടെ സ്ക്രീനിങ് ഒക്കെ ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഒരു സാധനം വെളിയിൽ എടുത്ത് വെക്കേണ്ട, ബാഗ് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. സ്ക്രീനായി സെറ്റായി കൈ വരും. നേരത്തെ ആയിരുന്നു ഫോണ്, പവർ ബാങ്ക് ഇതെല്ലാം എടുത്ത് വെളിയിൽ വെക്കണമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല ഗൈസ്. വേറെ തന്നെ വൈബാണിപ്പോൾ. അങ്ങനെ നമ്മൾ നേരെ ഗേറ്റ് 49 നടക്കുകയാണ് ഗൈസ്. ഇത് ഡൊമസ്റ്റിക് സൈഡാണ്. എന്നാലും അത്യാവശ്യം നല്ല വൈബൊക്കെയാണ് ഗൈസ് ഇവിടെ. ഈ ഒരു സമയം ഞാൻ പറഞ്ഞിട്ട് ഡൊമസ്റ്റിക് സൈഡ് അത്ര ബിസിയല്ല, ബട്ട് ഇൻ്റർനാഷണൽ സൈഡ് ഭയങ്കര ബിസിയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെ ഒരുപാട് ഡെക്കറേഷൻസ് ഇപ്പോൾ എല്ലാ ഗേറ്റിലും ഫുൾ, എയർപോർട്ട് ഫുള്ളുണ്ട്. നമുക്ക് നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാം ഗൈസ്. 49 അധികം നടക്കേണ്ടിയൊന്നും വന്നില്ല ഗൈസ്. അടുത്ത് തന്നെയായിരുന്നു ഗേറ്റ്. ഇനി അവിടോട്ട് ചെന്നിട്ട് വേണം എൻ്റെ റിയൽ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാൻ. ബോർഡിംഗ് തുടങ്ങി ഓൾറെഡി. ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്. ഇനി നമ്മൾ നേരെ കയറുന്നു. ആക്ച്വലി നമ്മൾ പോകാനിരുന്ന ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയില്ല സീറ്റ്. അടുത്ത ഫ്ലൈറ്റിലോട്ട് അവരെന്നെ ആഡ് ചെയ്തു. അപ്പോൾ നേരെ ഞാനും എൻ്റെ വൈഫും ഉണ്ട്. വൈഫിന് വീഡിയോ വരാൻ ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ എമിൽ ബ്രോ അതുണ്ട് ഇപ്പോൾ ഓൺലൈനിലുണ്ട്. എമിൽ ബ്രോ വാട്സാപ്പ് ഫ്രം വിയറ്റ്നാം ഗൈസ്. എമിൽ ബ്രോ ഫ്രം വിയറ്റ്നാം. എമിൽ ബ്രോ വിയറ്റ്നാമിലാണ് ഗൈസ്. അപ്പോൾ എമിൽ ബ്രോ ഞാനിപ്പോൾ ടൊറൻഡോ വരെ പോയിട്ട് വരാം ബ്രോ. അയ്യാ എമിൽ ബ്രോ. അപ്പോൾ എമിൽ ബ്രോ ഞാനും റിഷാദ് ബ്രോയും കൂടെ ഗൈസ് വേറൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ എമിൽ ബ്രോ ഞാൻ പോയിട്ട് വരാം, നീ വിയറ്റ്നാമിലിരിക്കുക ഗൈസ്. നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നല്ല റഷാണ്, ഫുൾ ഫ്ലൈറ്റാണ്. എന്തായാലും ഇപ്പോഴേ ഞാൻ കയറുന്നില്ല, ലാസ്റ്റിക്കാണ്. അങ്ങനെ ഫൈനലി ബോർഡിംഗ് ഗൈസ്. ബോർഡിംഗ് നമ്മളിനി നേരെ പോവാണ് ഗൈസ്. ഇനി ഒരു 5 hours ഫ്ലൈറ്റ്. ഞാൻ ആക്ച്വലി ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വന്നൊരു ഷവറും ഒക്കെ എടുത്ത് ഇനി പോരുമായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, ഒറ്റ ഉറക്കമാണ് ഗൈസ്. അവിടെ ചെന്ന് ഇറങ്ങുക, പിന്നെ നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല. ഗൈസ് അങ്ങനെ ബോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. നല്ല ക്ഷീണമുണ്ട്, ഇനി ഒറ്റ ഉറക്കമാണ് ഗൈസ്. 5 hours ഫ്ലൈറ്റ്. And no smoking signs are located throughout the aircraft. Please comply with them at all times. Les consignes de ceinture et d'interdiction de fumer se trouvent à différents endroits. അങ്ങനെ ഞാൻ ഫുൾ ഉറക്കമായിരുന്നു. ഇനി ലാൻഡിങ്ങിനായിട്ട് 5 minutes കൂടെ ഉള്ളൂ.
അപ്പോൾ സെറ്റ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ -16 ഗൈസ്. അങ്ങനെ വാൻകൂവറിൽ അത്യാവശ്യം പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ മൈനസിലേക്ക് വരികയാണ്. ഗ്രൗണ്ട് സ്പീഡ് നമ്മുടെ ഫ്ലൈറ്റ് അല്പം ഡിലേ ആയിരുന്നു. എന്നാലും നമ്മൾ ഡിലേ ആയിട്ട് അവിടെ നിന്ന് വിട്ടത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഓൺ ടൈം ഇവിടെ എത്തിയത്. അപ്പോൾ ആ ഓൾട്ടിറ്റ്യൂഡും ഒക്കെ ആയിട്ട് അങ്ങനെ സെറ്റായതാണ്. അപ്പോൾ ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ -12 കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ ഇനി ടോട്ടൽ വെച്ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് ലാൻഡിങ്ങിനുള്ള പ്രിപ്പറേഷനാണ്. ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഒക്കെ ലാസ്റ്റ് ഫൈനൽ സേഫ്റ്റി ചെക്സ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഗൈസ് ടൊറൻറ്റോയിൽ വന്നു. നല്ല തണുപ്പുണ്ട്. വാൻകൂവറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. -4 എങ്ങാണ്ട് ഇപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. സ്നോയിങ് ആണ് ഇന്ന്, ഹോൾ ഡേ സ്നോയിങ് ആണ്. അപ്പോൾ എന്തായാലും നോക്കാം എന്താ ചെയ്യാനൊക്കെ. ഇനി ആദ്യം ചെന്നിട്ട് ആദ്യം ഒന്ന് ഫ്രഷ് ആണ് ഗൈസ്, ഒന്ന് വാഷ്റൂമിൽ പോകണം. അത് കഴിഞ്ഞ് റെൻ്റ് കാർ പിക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ റെൻ്റ് കാർ എങ്ങനെ പിക്ക് ചെയ്താലാണ് ഞാൻ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെന്ന് പിക്ക് ചെയ്താൽ മതി. ചെന്ന് നോക്കാം, ചിലപ്പോൾ അവരൊരു അപ്ഗ്രേഡ് വല്ലതും തന്നാലും. ടൊറൻറ്റോ എയർപോർട്ട് അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. വാൻകൂവറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന തന്നെ വലിയ എയർപോർട്ടാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നിയത് വാൻകൂവർ എയർപോർട്ട് തന്നെ. ടൊറൻറ്റോ എയർപോർട്ട് ഒത്തിരി ഡിസോർഗനൈസ്ഡാണ്. അത് ഒരുപാട് ഫ്ലൈറ്റ്സൊക്കെ വരുന്നുണ്ടാവും. എന്താണ് കേസ് വെളിയിലത്തെ അവസ്ഥ? ഫുൾ സ്നോയാണ്. നമ്മൾ വന്ന എയർക്രാഫ്റ്റായി കിടക്കുന്നത് ബോയിങ്ങിൻ്റെ 777-300 ലോഡറൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമുക്കായാലും എൻ്റെ ക്യാരി ഓൺ മാത്രമേ ഉള്ളായിരുന്നു, ലഗേജ് ഒന്നുമില്ല. നേരെ പോവാം റെൻ്റ് കാർ പിക്ക് ചെയ്യാൻ. ഇതെല്ലാം ടൊറൻറ്റോയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ്സാണ് ഗൈസ്. ഒരു ലോഡ് ഫ്ലൈറ്റ്സ് ഉണ്ട്. ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒക്കെ ഫ്രണ്ട് ചെയ്യുന്ന ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ജോയ്. പിന്നെ ഞാൻ പോയി റെൻ്റ് കാർ പിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ ആക്ച്വലി റെൻ്റ് കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെൻ്റ് കാർ എടുക്കുന്നത് ഏറ്റവും നല്ലത്. ട്രാൻസിറ്റ് എടുക്കാനാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ റെൻ്റ് കാർ എടുക്കുന്നതാണ് നല്ലത്. ബിക്കോസ് റെൻ്റ് കാർ $30-40 റെൻ്റ് കാർ കിട്ടും. ബിക്കോസ് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വലിയ ഡിമാൻഡും ഇല്ല. ഞാൻ യൂഷ്വലി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ റെൻ്റ് കാർ എടുക്കുക പതിവ്. അപ്പോൾ ഇനി പോയി ഞാൻ എൻ്റർപ്രൈസിൽ നിന്നാണ് ബുക്ക് ചെയ്തേക്കുന്നത്. യൂഷ്വലി ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പോയിൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. I do, but what's your coverage? So our coverage is $37. Anything happens to the car, you just give us the keys, you walk away. There is no deductible, doesn't go on your record. ഗൈസ് അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി. വോൾസ്വാഗനാണ് കിട്ടിയത്. നമ്മൾ ആക്ച്വലി ഒരു ഫ്രീ അപ്ഗ്രേഡ് തന്നു. ചിലപ്പോൾ ഇവിടെ ബേസിക് വണ്ടി ബുക്ക് ചെയ്താൽ നമ്മൾ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതന്നെ കൂടുതലായിരിക്കും. ബേസിക് ഞാൻ ആക്ച്വലി തന്നെ ഈ ഒരു ടൈപ്പ് വണ്ടിയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് വണ്ടി അവൈലബിൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതായതുകൊണ്ട് അവർ ഫ്രീ അപ്ഗ്രേഡ് തന്നു. എനിക്ക് ആക്ച്വലി 7 സീറ്റർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ 7 സീറ്റേഴ്സ് ഒന്നും അവൈലബിൾ അല്ല ഗൈസ്. അപ്പോൾ നേരെ പോകുന്നു ഗൈസ്. ഗൈസ് അങ്ങനെ റെൻ്റ് കാറൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോവാണ് ഗൈസ് ഹാമിൽട്ടണിലോട്ട്. ഗൈസ് ഈ ഒരു ഫ്ലൈറ്റ് കണ്ടു. ഇത് റഷ്യയുടെ ഫ്ലൈറ്റാണ്. ഇത് തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളൊരു സംഭവം. അത് റഷ്യയുടെ ഫ്ലൈറ്റാണ്. അത് ഇവിടെ റഷ്യയിലോട്ട് തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്ന് വരുത്തി വെച്ചേക്കുന്നതല്ല, തിരിച്ചു പോകാനൊക്കത്തില്ല. അത് റഷ്യ കാനഡയുടെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ഗൈസ്. അന്ന് ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഫ്ലൈറ്റ് ഇവിടെ വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഹാമിൽട്ടണിലോട്ടാണ് പോകുന്നത്. കമ്പാരിറ്റീവ്ലി വാൻകൂവർ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ വെതറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇവിടെ സ്നോ ഉണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ടെമ്പറേച്ചർ മൈനസിലാണ് പോകുന്നത്. പക്ഷേ സ്റ്റിൽ എനിക്ക് തണുപ്പൊക്കെ ഒരുമാതിരി സെയിമായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ വാൻകൂവർ മഴയുണ്ട് ഗൈസ്, അതാണ് ഡിഫറൻസ്. ട്രാഫിക് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രാവിലെ ട്രാഫിക്കിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞതാണോന്ന് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓൾ ഗുഡ്. പിന്നെ ഇവിടുത്തെ എയർപോർട്ട് വാൻകൂവറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിന് അത്യാവശ്യം വലിയ എയർപോർട്ടാണിത്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ യൂറോപ്പ് സൈഡിലോട്ടൊക്കെ ഉള്ള ഒരുപാട് ഫ്ലൈറ്റ്സൊക്കെ ഇവിടെ. യൂറോപ്പ് ലൈക്ക് അതുപോലെ GCC, ദുബായ്, ഖത്തർ അങ്ങനെയുള്ള ഫ്ലൈറ്റ്സ് എല്ലാം ഇവിടെ വാൻകൂവറിലല്ല, ഇവിടെ ടൊറൻറ്റോയിലാണ് വരുന്നത്. ടൊറൻറ്റോ, മോൺട്രിയൽ ബേസ്ഡ് ആണ് അങ്ങനെയുള്ള ഫ്ലൈറ്റ്സൊക്കെ.
ഓക്കെ, നമ്മൾ നേരെ വിടുന്നു. ഇനി നേരെ ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. ചെറിയ രീതിയിൽ സ്നോ ഒക്കെ പെയ്യുന്നുണ്ട്. സ്നോ പെയ്താലുള്ള കുഴപ്പമില്ല, വിൻഷീൽഡ് പെട്ടെന്ന് കഴുകാവും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വാൻകൂവർ ബെറ്ററാണ് ഗൈസ്. കാരണം വിൻഷീൽഡ് എപ്പോഴും നീറ്റ് ആയിരിക്കും, ബിക്കോസ് മഴയായത്. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട്, രാവിലത്തെ ട്രാഫിക്കുണ്ട്. എന്നാലും ഹൈവേ ഒന്നും ബ്ലോക്ക്ഡ് അല്ല, അത് തന്നെ വലിയ കാര്യം. സാധാരണ സ്നോ ഒക്കെ ആകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ കാണും. പക്ഷേ ഇതുവരെ നമുക്ക് ബ്ലോക്കൊന്നും കിട്ടിയില്ല ഗൈസ്. ഇപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം മുന്നിലുള്ള വണ്ടിയുമായിട്ട്, അല്ലെങ്കിൽ ഇടിച്ചം കയറും. കാരണം റോഡ് മൊത്തം സ്നോയാണ്. സ്നോ മാത്രമല്ല, ഇവർ ഈ സ്നോ മെൽറ്റ് ആകാൻ വേണ്ടി മൊത്തം സോൾട്ട് ഇട്ടേക്കുക. നല്ലോണം തെന്നിയും കയറും. വളരെ സ്ലോ ആയിട്ട് പോവുക. ഈ സ്നോയിൽ ഓടിച്ച് പരിചയമില്ലാത്തവർക്കാണെങ്കിൽ നല്ല പണി കിട്ടും ഗൈസ്. സ്നോയിൽ ഓടിക്കുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ബ്രേക്ക് ഔട്ടാതിരിക്കുക, മാക്സിമം സ്ലോ ആയിട്ട് പോവുക. ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ സ്കിഡ് ആവും. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ വീഴുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇന്ന് മൊത്തം സ്നോ ആണെന്നാ കേട്ട്. നമുക്കിന്ന് വെളിയിലെങ്കിലും പോകാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നാളെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും. ഗൈസ് ഇത് ലൈറ എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ലൈറ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ് ഗൈസ്. ഫുൾ ബർത്ത്ഡേ മുട്ട, ഇഡ്ഡലി, ഫിഷ് കറി എല്ലാം ലൈറ ഉണ്ടാക്കിയതാണ്. ഈ ഒക്കെ സ്നോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്നോ കേട്ടോ. അതുപോലെ കാറ്റുമുണ്ട്. നമുക്ക് ഈ സ്നോ വാൻകൂവറിൽ അധികം കാണാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ ഇവർക്ക് ഇത് വലിയ സംഭവമൊന്നുമല്ല ഗൈസ്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അതെ ഗൈസ്, ബാലവേലയാണ്. എല്ലാം വൃത്തിയാക്കുക. ക്ലീൻ ചെയ്യ്. അതാണ് ഗൈസ്, പിള്ളേർക്ക് ഇതൊരു വലിയൊരു ആവേശമാണ്. പക്ഷെ നമുക്കത്ര വലിയ ആവേശമൊന്നുമില്ല എന്നൊക്കെ തോന്നും. എന്താ ഒരു ഐസ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. വേറെ തന്നെ വൈബ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ മണൽ മാഫിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഐസ് മാഫിയാണ് ഗൈസ്. ഐസ് മാഫിയ ഗൈസ്. കണ്ട് തണുപ്പായപ്പോൾ കണ്ടിട്ട് 2 ജർമ്മൻ ഷെപ്പേർഡിനെ കൊണ്ടൊരു പച്ച വന്നേക്കുന്ന കണ്ടില്ലേ. Is this boy? That's a girl there. Oh wow. How old is that? She's 9.5. And he? He's 8.5. Oh wow. They love the snow. Oh my god. ഗൈസ്, ഞങ്ങളിപ്പോൾ ടൊറൻറ്റോ കോസ്കോയിലോട്ടൊന്ന് വന്നതാണ് ഇച്ചിരി സാധനം മേടിക്കാൻ വേണ്ടി. കോസ്കോയിലെ കാഴ്ചകളൊക്കെ കാണിച്ച് വെറുപ്പിച്ചിട്ടേക്കുമല്ലേ ഗൈസ്. അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. ഇനി നമുക്ക് വെളിയിലോട്ട് വേറെ എവിടെയും പോകണമെങ്കിൽ അത് ഞാൻ കാണിക്കാം. കോസ്കോയുടെ ഫ്രീ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. പ്രശസ്ത യൂട്യൂബർ ലൈറ ഫ്രീ ആയിട്ട് എടുത്ത്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? രണ്ട് ഗൈസ്, പിന്നെയും ഫ്രീ ഫുഡ് എടുക്കാൻ പോകുന്നു. റോയ് കറ്റിക്ക് ഒന്നും ചെയ്യത്തില്ല ഇവരെ പോലെ. ഫ്രീ ഫുഡ് എടുക്കാൻ പോകല്ലേ? എങ്ങനെയുണ്ട്? കുറെ കഴിച്ചല്ലേ? ഇതിപ്പോ തീർന്നല്ലോ, അടുത്ത പൊട്ടിച്ചോ. ഗൈസ്, നമ്മൾ ടൊറൻറ്റോ വരെ വന്നിട്ട് CN ടവർ കാണാൻ വന്നില്ലെങ്കിൽ പിന്നെ ഈ ഒരു ട്രിപ്പ് വെറുതെ ഇൻകംപ്ലീറ്റ് ആണ് ഗൈസ്. അങ്ങനെ ഈ കാണുന്നതാണ് ടൊറൻറ്റോയുടെ ഐക്കോണിക് ബിൽഡിങ് CN ടവർ ഗൈസ്. ഇച്ചിരൂടെ ഇന്നിപ്പോൾ അകത്ത് കയറാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് ഓൾറെഡി ലേറ്റായി. പക്ഷേ എനിവേസ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ അതുകൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. പക്ഷെ അകത്ത് കയറാൻ ഒക്കുമെങ്കിൽ നമ്മൾ കയറും, ഇല്ലെങ്കിൽ ജസ്റ്റ് വെളിയിൽ നിന്ന് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ CN ടവർ. വേറെ തന്നെ വൈബാണ് ഗൈസ്. ഇവിടെ CN ടവർ, അക്വേറിയം, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം കൂടെ ഒറ്റ പാക്കേജ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കയറാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഓൾറെഡി ഇതെല്ലാം ക്ലോസ് ആകാനുള്ള ടൈമായി. എനിവേസ് നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കാം എന്താ ആവുമെന്നറിയാം. അങ്ങനെ ഗൈസ് തലയോടിപ്പോടുകൂടി തലയ്ക്ക് വെളിവില്ലാതെ നിൽക്കുകയാണ് ഗൈസ് നമ്മുടെ CN ടവർ. വേറെ തന്നെ വൈബാണ് ഗൈസ്. ഇന്ന് സ്നോയുമാണ്, മുടിഞ്ഞ തണുപ്പുമാണ്. എന്നാലും ഞാനിതിവിടെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഗൈസ്. വന്നേ പറ്റൂ. ടൊറൻറ്റോ വരെ വന്നില്ലെങ്കിൽ CN ടവർ വന്നിട്ട് CN ടവർ കാണാതെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് അല്ല ഗൈസ്. അത് കംപ്ലീറ്റ് അല്ല. ഇതാ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, മുടിഞ്ഞ സ്നോയും. ഇതിപ്പോൾ ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് കണ്ടിട്ടുള്ളവർക്ക് ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേങ്കിൽ ഇതൊരു വലിയ സംഭവമാണ് ഗൈസ്. ടൊറൻറ്റോയുടെ CN ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ വൈബാണ്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇത് ഇവിടെ അക്വേറിയം ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം കൂടി ഒരു പാക്കേജിൽ വാങ്ങാൻ കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഫുള്ളായിട്ട് ഈ CN ടവർ, ഈ അക്വേറിയം, അങ്ങനെ ഒരു പാക്കേജ് ഫുള്ളായിട്ട് എടുത്ത് വന്നതാണ്. അതിനകത്ത് സിറ്റി ടൂറും ഇൻക്ലൂഡ് ആയിരുന്നു.
അപ്പോൾ ഇപ്രാവശ്യം അതിന് ഇപ്പോൾ വെച്ച് ലേറ്റായി പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്നുണ്ട് നമുക്കതൊക്കെ സെറ്റാക്കാം ഗൈസ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് അതിന് വേണ്ടി ഞാൻ ടൊറൻറ്റോയിൽ വരും ഗൈസ്. പിന്നെ ഈ തണുപ്പ് അൺസൈക്കബിൾ ഗൈസ്. ഗൈസ് നമുക്ക് ഫുഡ് കഴിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. സത്യമായ തണുത്ത് വിറങ്ങലിച്ച് പോയി ഗൈസ്. ആ ഡൗൺ ടൗണിൽ കൂടെ നടന്ന് കൈയൊക്കെ മരവിച്ച്. ഈ മന്തിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വൻ ഫേമസ് മന്തിയാണ് ഗൈസ്, അഫാൻഡി മന്തി. നമുക്കിവിടെ കയറി ഒരു മന്തിയും കൂടെ കഴിച്ച് ഈ വ്ളോഗ് അങ്ങ് അവസാനിപ്പിക്കാം. വൈബായിരിക്കും. വേറെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലൻ ഫുഡായിരുന്നു. ഫുഡും കഴിഞ്ഞ് അറബിക് ടീയും കുടിച്ച് ഇനി ഒരു കുനാഫയും കൂടെ കഴിഞ്ഞാലേ ഫുഡ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ഗൈസ്. ഇന്ന് ഡയറ്റ് മൊത്തം തെറ്റി. ഗൈസ് ഫുഡൊക്കെ കഴിഞ്ഞ് ഔട്ട് കംപ്ലീറ്റ്ലി ഗൈസ്. വയറ് ഫുള്ളാണ്, വയറും മനസ്സും നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ അടിച്ച് പൊളിച്ച് ഗൈസ്. ഇനി നാളെ നമ്മളിവിടെ നേരെ കാൽഗറി ടു വാൻകൂവർ ഗൈസ്. ആ ഒരു വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, കീപ് സപ്പോർട്ടിങ് റോബി കട്ടി.